എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ റാഗി ഉപയോഗിച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇന്നൊരു റാഗി വെള്ളയപ്പമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പൊ ഈ റാഗി വെള്ളയപ്പം എങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. മാത്രമല്ല റാഗി എന്ന് പറയുമ്പോൾ അതിന് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെള്ളയപ്പാണ് ഇന്നത്തേത്. മാത്രമല്ല നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അതേ ഇതിനായിട്ട് ഞാനിവിടെ റാഗിയുടെ പുട്ടുപൊടിയില്ലേ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് അരിപ്പയിലൊക്കെ അരിച്ചിട്ട് ഇതേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഒരു 1.5 കപ്പ്, ഈ കപ്പ് കൊണ്ട് 1.5 കപ്പ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റൈസ്, നമ്മുടെ സാധാരണ ചോറുണ്ടല്ലോ ആ ചോറും കൂടി 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേ സ്പൂൺ കൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് എത്ര ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി മെയിനായിട്ട് വേണ്ടത് നാളികേര വെള്ളമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു കരിക്ക് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കരിക്ക് ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു നാളികേരം കൊണ്ടുള്ള കരിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുകൊണ്ടുള്ള 1 കപ്പ് അതിൻ്റെ ഉള്ളിലത്തെ നാളികേരം ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങ ചെരുകിയതാണെങ്കിൽ അതും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ കണ്ടാലേ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതേ ബാക്കിയുള്ള വെള്ളം കൂടി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കാം. വേണ്ട ഈ ഒരു തിക്നെസ് ആയിരിക്കും അതിനുണ്ടാവുക. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ദേ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിന് നമ്മുടെ ബാക്കി ആ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ജാറിലെടുത്ത ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അപ്പത്തിന് എങ്ങനെ അരയ്ക്കുന്നോ അതേപോലെ തന്നെ. എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10-12 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 10-12 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നോക്കിയാൽ നന്നായിട്ട് പൊന്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ മെയിൻ ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 സ്പൂൺ തവിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. കാരണം നമ്മുടെ അപ്പത്തിൻ്റെ ആ ഒരു ഉണ്ടാക്കണ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ ഹോൾസ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഹോൾസൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ ഒരു അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതൊക്കെ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ അപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ട. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതേ ഞാൻ ബാക്കി കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നോക്കിയാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അതേപോലത്തെ അപ്പം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിൽ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് റാഗി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ സാധാരണ ഇപ്പോൾ ഷുഗർകാർക്കും ഒക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരിക്കില്ല ഇത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഷുഗർകാർക്കെന്ന് മാത്രമല്ല കേട്ടോ, എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ഡിഷ് ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഇത് നോക്കിയാൽ നല്ല സോഫ്റ്റാണ്. നമുക്ക് റാഗിയാന്ന് പറഞ്ഞിട്ട് റാഗിയാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മുടെ നല്ല ടേസ്റ്റിയും കൂടി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഞാനിതിന് നമ്മുടെ ഡക്ക് സ്റ്റൂ ഉണ്ടല്ലോ അതാണ് ഇതിന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ കുറുമയൊക്കെ ആണെങ്കിലും എന്ത് ആണെങ്കിലും കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.